Assalamualaikum, welcome to our channel Lily guys. അപ്പോൾ നാളെ ഈവനിങ് വ്ളോഗാണ്. അപ്പം ഈവനിങ് വ്ളോഗിന് നമ്മളൊരു ഏലാഞ്ചി റെസിപ്പി ഉണ്ടാക്കുന്നത്, സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഏലാഞ്ചി റെസിപ്പി കാണാം. നാസിലുണ്ട് ഈവനിങ് വ്ളോഗിൽ. നാസില് ഹായ് പഞ്ഞ. അത് ശ്രദ്ധിക്കണില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആ റെസിപ്പിക്ക് ആവശ്യമുള്ളത് 1 കപ്പ് നിറച്ച് തേങ്ങ, 3 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ അണ്ടിപ്പരിപ്പ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ 3 ഏലക്കായ, പിന്നെ ഒരു മുട്ട. നമുക്ക് ഇതിൻ്റെ ബാറ്റർ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഉമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട ഇടുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ശേഷം ഇതൊക്കെ ഒന്ന് നല്ല മിക്സ് ചെയ്യുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ദോശൻ്റെ ബാറ്ററിൻ്റെ പോലെയാണ് ഉണ്ടാക്കേണ്ടത്. ഇത്രക്കൊക്കെ ലൂസ് ആക്കിയിട്ട് എടുക്കണം. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ആ നെയ്യിലേക്ക് നമ്മൾ 1 കപ്പ് നിറച്ച് തേങ്ങ ചിരകിയത് ഇടുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് ചതച്ച ഏലക്കായ അതൊക്കെ ഇടുക. എന്നിട്ട് നല്ല ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കുക. അപ്പം നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട്, ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ദോശക്കല്ലെടുത്ത് ചൂടാക്കാൻ വെച്ചാൽ അതിന് ശേഷം ദോശ ചുടുന്ന പോലെ ഈ ബാറ്റർ എടുത്തിട്ട് ദോശ ചുടുക. അപ്പോൾ 2 ദോശ ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫില്ലിങ്സ് റെഡി ആയി പറഞ്ഞില്ല. അപ്പോൾ ആ ഫില്ലിങ്സ് ഇതാ എടുത്തിട്ട് ഇതുപോലെ വെക്കുക. വെച്ചതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്ത് 2 ഭാഗത്തുനിന്നും എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏലാഞ്ചി റെഡിയാവും. അപ്പോൾ അതുപോലെ എല്ലാതും നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ ഉമ്മ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചായ ഉണ്ടാക്കുകയാണ്, പാൽ ചായയാണ്. അപ്പോൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങല്. അപ്പോൾ ചായയും ഏലാഞ്ചിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്.
കോഴിക്കൂടാണ്. ഇതിപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ കോഴിക്കളെ പുറത്തേക്ക് ഞാൻ അധികം വിടലില്ല. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടൽ. ഇതിൻ്റെ ഉള്ളിൽ 2 ചെറിയ കൂടുകളുണ്ട്. രാത്രി സമയത്ത് ചെറിയ കൂടിലിടും, പകൽ സമയത്തൊക്കെ ഈ വലിയ കൂടിലിടും. അപ്പം അങ്ങനെയാണ്. ഇതാണ് ഞങ്ങളുടെ കോഴിക്കൂട്. ഇത് ബട്ടറിൻ്റെ തൈയാണ്. ബട്ടറിൻ്റെ കുരു കുഴിച്ചിട്ടിട്ടുണ്ടായതാണ്. അപ്പം അതിനൊക്കെ വെള്ളം നനച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് പേരക്ക, ഇത് മൂച്ചി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം എല്ലാ ചെടികൾക്കും ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കലൊക്കെ ഉണ്ട്. ഇത് മാംഗോസ്റ്റീനാണ്. ഇത് കോഴിക്കൾ കൊത്തണ്ട അടിച്ചിട്ട് ചാക്കും വല ഇട്ടിട്ട് മൂടിയാണ്. അപ്പം അതിന് നനച്ചു കൊടുക്കുകയാണ്. മാംഗോസ്റ്റീൻ തന്നെയുണ്ട്. ഇത് വേറെ സ്ഥലത്താണ്. അപ്പം അതിന് നനച്ചെടുക്കുകയാണ്. ഇത് റോസാണ്, റെഡ് റോസ്. ഇതൊന്ന് വിരിഞ്ഞിട്ടുള്ളൂ. കുറേ വിരിഞ്ഞിരുന്നു, ഒക്കെ കരിഞ്ഞ് പോയിക്കണ്. അപ്പം അതിനൊക്കെ നനച്ചെടുക്കുകയാണ്. പിന്നെ ഇത് ഇപ്പോൾ അടുത്ത് മേടിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ചെറുത്. അപ്പം അതിനൊക്കെ നനച്ചെടുക്കുകയാണ്. അതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുറത്ത് കാര്യങ്ങൾ. ഫോൺ പുറത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.